ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവര് ഭൂമിയെന്നും ഞാൻ വെച്ച വീടെന്നും അങ്ങനെ തട്ടാമുട്ടിയൊക്കെ പറഞ്ഞങ്ങ് നിൽക്കും. ആ നിൽപ്പ് സ്വത്ത് മോഹിച്ചൊന്നും അല്ല, മക്കളെ മോഹിച്ച. ആ പുറത്തേക്കുന്ന കേസ് എന്താ? അത് സാറേ, ആ പെൺകുട്ടിയുടെ കല്യാണത്തിനായി വാങ്ങിയ സ്വർണം ഒരു ഓട്ടോയിൽ വെച്ച് മറന്നുപോയ കേസാ. എന്നിട്ട് ഓട്ടോക്കാരനെ കിട്ടിയോ? ഇല്ല സാർ, ആ ഓട്ടോക്കാരൻ സ്ഥലത്തില്ല. അന്വേഷിച്ചപ്പോൾ മറ്റൊരു കാര്യം അറിയാൻ കഴിഞ്ഞു. അയാളുടെ ഭാര്യ ജില്ലാ കളക്ടറാണ് സാർ. ജില്ലാ കളക്ടറോ? ഞങ്ങളും ആദ്യം ഒന്ന് അമ്പരുന്നു സാർ, പക്ഷെ സംഗതി സത്യം. ഭാര്യ കളക്ടർ തന്നെയാ. ഭാര്യ ശാലിനി വിഷ്ണു, ഓട്ടോക്കാരന്റെ പേര് വെറും വിഷ്ണു, ശരിയല്ലടോ? അതെ സാർ. എന്നിട്ട് ഈ ഭാര്യ ഭർത്താവ് എവിടെ ഉണ്ട്? അവരൊരു ഫാമിലി ടൂർ പോയിരിക്കുക സാർ. എടാ വിഷ്ണു, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ വേട്ടക്കാരനും നീ ഏതോ കാട്ടുമൃഗമാവാനാ സാധ്യത. അല്ലെങ്കിൽ ഇതുപോലെ നിന്നെ വേട്ടയാടാനുള്ള അവസരം എനിക്ക് ഒത്തുവരില്ലല്ലോ. സർവേഷൻ ഇങ്ങനെ ഓരോന്ന് ഒപ്പിച്ച് എന്റെ കൈവെള്ളയിലേക്ക് കൊണ്ടുവന്ന് തരുമ്പോ എങ്ങനെയാടാ അതിനെ പുറംകാലം കൊണ്ട് ചവിട്ടിത്തെറിപ്പിക്കുന്നേ? ഞാനിതങ്ങോട്ട് വലിച്ചടിപ്പിക്കാൻ പോവാ. താനാ പെൺകുട്ടി അച്ഛനെയും വിളിച്ചേ. സാർ, ഇവിടെ അവരെയും വിളിക്കേ. ശരി സാർ. നിങ്ങൾ അകത്തോട്ട് വരൂ, സാറ് വിളിക്കുന്നു. ആ വാ മോളെ. നമസ്കാരം സാർ. ഈ കേസേ എനിക്കങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഞാനങ്ങ് ഏറ്റെടുക്കുക. ആ ഓട്ടോയിലാണ് സ്വർണം മറന്നു വെച്ചതെങ്കിൽ അത് ഞാൻ വീണ്ടെടുത്ത് തന്നോളാം. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക. ഈ പ്രേമോന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, അതെ മാതാപിതാക്കളെ, അതിപ്പോ ഏത് മാതാപിതാക്കളെ ആണെങ്കിലും കുഴപ്പിക്കുന്ന ഒന്നാ. പഠിപ്പിച്ച് വളർത്തി ഒരു വഴിക്ക് എത്തിക്കാൻ നോക്കുമ്പോഴാ ഇങ്ങനൊരു കുഴപ്പം എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്നത്. പിന്നെ അവർക്ക് പല സ്വഭാവമാ. ഇത്രയും കാലം വേലയെടുത്ത് ഇത്രത്തോളം ആക്കിയവര് പടിക്ക് പുറത്ത്. ഇന്നലെ കണ്ട ആണായാലും പെണ്ണായാലും അവരകത്തും. ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ കുട്ടികൾ മനസ്സിലാക്കുന്ന എപ്പോഴാണെന്നറിയോ? അവർക്കൊരു മകനോ മകളോ ഒക്കെ ഉണ്ടായി അവരിതേ പ്രായം എത്തുമ്പോ. ആ, ഞാൻ നിങ്ങളെ രണ്ടുപേരെ മാത്രം കുറ്റപ്പെടുത്തി പറഞ്ഞൊന്നുമല്ല, ഇതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ഈ ഒളിച്ച് കല്യാണം കഴിക്കുന്നവർക്കൊക്കെ അറിയാം, ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോ ഈ പിണങ്ങി നിൽക്കുന്ന മാതാപിതാക്കളൊക്കെ തിരിച്ചവരുടെ അടുത്തേക്ക് എത്തുമെന്ന്. അതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാവോ? എത്ര വഴക്കും ബഹളവും ശത്രുതയാണെങ്കിലും പൂർണ്ണമായി അകന്നു പോകുന്നത് മക്കള് മാത്രമായിരിക്കും. മാതാപിതാക്കൾക്ക് അങ്ങനെ അകന്നു പോവാനാവില്ല. അവരെ നമ്മൾ എത്ര അകറ്റി ഓടിക്കാൻ നോക്കിയാലും അവര് പോവില്ല. അവര് ഭൂമിയെന്നും ഞാൻ വെച്ച വീടെന്നും അങ്ങനെ തട്ടാമുട്ടിയൊക്കെ പറഞ്ഞങ്ങ് നിൽക്കും. ആ നിൽപ്പ് സ്വത്ത് മോഹിച്ചൊന്നും അല്ല, മക്കളെ മോഹിച്ച. അവസാന സമയത്ത് മക്കളുടെ മുഖം കണ്ട് മരിക്കാനുള്ള ആഗ്രഹം, അതൊരു സത്യം തന്നെയാ. ആ സത്യം ഒരിക്കലും നശിക്കില്ല. ആ സത്യമാണ് നമ്മുടെ അച്ഛനും അമ്മയും. ശാരദാമ്മ പറഞ്ഞത് ശരിയാ. ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും എന്റെ മനസ്സ് മുഴുവനും എന്റെ ബാപ്പച്ചിയുടെ അടുത്താ.
അനൂപിനെ നിക്കാഹ് കഴിക്കുന്നതിൽ എന്റെ ബാപ്പച്ചിക്ക് എതിർപ്പൊന്നുമില്ല. എതിർപ്പുള്ളത് ബാപ്പച്ചിയുടെ പെങ്ങടെ മോനാ, നസീറിക്ക. നസീറിക്കാക്ക് എന്നെ കെട്ടണം. അതിന് നസീറിക്കയുടെ ബാപ്പയും കൂട്ടുവെക്കുന്നു. വയ്യാതെ കിടക്കണ എന്റെ ബാപ്പച്ചിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നസീറും നസീറിന്റെ ഗുണ്ടോളുവാ ഞങ്ങളിട്ട് നെട്ടോട്ട് ഓടിച്ചോണ്ടിരിക്കുന്നത്. നസീറിനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല, അതിനുള്ള ബുദ്ധിയില്ല. പിന്നെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളിപ്പോ വീട്ടുകാരറിയാതെ വിവാഹം കഴിച്ചു എന്നുള്ളത് ശരി തന്നെയാ. പക്ഷേ വീട്ടുകാർ അറിഞ്ഞ് വിവാഹം കഴിപ്പിക്കുന്നവരെ നിങ്ങൾ ഒരുമിച്ച് കഴിയണ്ട. ആ ഒരു മര്യാദയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് കാണിക്കണം. അതുകൊണ്ട് മോളിന്ന് എന്റെ കൂടെ കിടന്നാ മതി. അതെല്ലാം ശാരദാമ്മ പറയും പോലെ ചെയ്യാം. കാരണം നിക്കക്കള്ളില്ലാതെ ഓടിക്കൊണ്ടിരുന്നപ്പോ ഞങ്ങൾക്കൊരു ആശ്രയം തന്ന ആളാ ശാരദാമ്മ. അത് ഞങ്ങൾ ഈ ജന്മത്ത് മറക്കില്ല. ആ, നിങ്ങൾ കഴിക്കേ. എടാ, നാളെ നിന്റെ പരിപാടി എന്താ? ഇവിടെ ഇവിടെ നിർത്തിയിട്ട് നീ ആരോ കാണാൻ പോകുന്നു പറഞ്ഞല്ലോ. ഉവ്, അമ്മയെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം. ഇനിയിപ്പോ ഇവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും നാളെ രാത്രിയോടെ ശാലിനി എത്തും. എന്നിട്ടൊരു തീരുമാനത്തിലെത്താം. അത് കഴിഞ്ഞ് നീ ആരെ വേണമെങ്കിലും കാണാൻ പോയിക്കോ. ആ, നിങ്ങൾ കഴിക്കേ. ആവശ്യമുള്ളതൊക്കെ എടുത്ത് കഴിക്കേ. കുറച്ച് ഓട്ടോ ഒക്കെ ഓടിയതല്ലേ, ആ ക്ഷീണമൊക്കെ അങ്ങ് മാറട്ടെ. എടുത്ത് കഴിക്കണേ. ഞാൻ ഇപ്പൊ വരാം. കഴിക്കേ. എനിക്കെന്റെ അമ്മയെക്കാളും കാര്യം ശാരദാമ്മയോടാ. അതിന്റെ കാരണം ശാരദാമ്മയ്ക്ക് എല്ലാവരെയും സ്നേഹിക്കാനേ അറിയൂ. ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മളെ അകത്ത് വിളിച്ച് ഭക്ഷണം തന്നതും കിടക്കാനുള്ള സ്ഥലം കാണിച്ചു തന്നതും ആ സ്നേഹം ഉള്ളിലുള്ളതുകൊണ്ട് മാത്രമാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇത്രയും സ്നേഹമുള്ള ശാരദാമ്മയെ വിട്ടിട്ട് അച്ഛൻ എന്തിനാ എൻ്റെ അമ്മയുടെ പിന്നാലെ പോയെന്നാ. താൻ ധൈര്യമായിട്ടിരുന്ന് കഴിക്കേ. തന്നെ ഈ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോവാൻ ഒരു നസീറും വരില്ല. വിഷ്ണു കുഞ്ഞുമായി ബന്ധപ്പെടാൻ ഒരു മാർഗവും ഇല്ലല്ലോ സാറേ. ഈ പ്രശ്നത്തിന്റെ സത്യാവസ്ഥ അറിയാൻ ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? ഞാൻ ആലോചിച്ചിട്ട് ഇതിനൊരു എത്തും പിടിയും കിട്ടാത്തത് കൊണ്ടാ തന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തിയേക്കുന്നത്. അപ്പൊ താൻ തന്നെ ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയാ പിന്നെ ഇവിടെ പിള്ളേ, പ്രശ്നങ്ങൾ ഇങ്ങനെ നൂലാമാലയായിട്ട് ഓരോന്നിന് പിറകെ ഒന്നായിട്ട് വന്നോണ്ടിരിക്കുക. ഇത് തരണം ചെയ്യാൻ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. വെറുതെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ടതെന്ന് ഞാൻ പറയും.